നുഖ്രിജുകും താറത്തൻ നുഖ്റാ. ഇത് ചിന്തിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ സുന്നത്താക്കിയത്. നമ്മുടെ മരണത്തെക്കുറിച്ച്, നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, നമ്മുടെ യാത്രയെക്കുറിച്ച് ചിന്തിക്കാനാണ് മഹാനായ മുത്തുനബി ഇങ്ങനെ സുന്നത്താക്കിയത്. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ചോദിച്ചു, ബുഹുലൂലെ, നിങ്ങൾ വലത് ഭാഗത്തേക്ക് നോക്കിയിട്ട് ചിരിച്ചതെന്തേ? അപ്പോൾ പറഞ്ഞു മഹാനവറുകളെ, വലത് ഭാഗത്തേക്ക് നോക്കിയപ്പോ അപ്പോഴും എനിക്ക് ഖുർആനിലെ ആയത്തുകൾ ഓർമ്മ വന്നു. വലത് ഭാഗത്തെ കുറിച്ച് പറയുന്ന ആയത്ത്, വലത് ഭാഗക്കാരെ കുറിച്ച് പറയുന്ന ആയത്ത് സൂറത്തുൽ വാഖിയയിലെ ആയത്തുകൾ. വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ, വഅസ്ഹാബുൽ യമീൻ, ആരാ വലത് ഭാഗക്കാര്? മാ അസ്ഹാബുൽ യമീൻ, ആരാണ് വലത് ഭാഗക്കാര്? നാളെ രണ്ട് വിഭാഗങ്ങൾ, ഫരീഖൂ ഫിൽ ജന്ന വഫരീഖൂ ഫിസ് സഈർ. വലത് ഭാഗത്താണ് സ്വർഗത്തിലേക്കുള്ള ആളുകൾ അണിനിരത്തപ്പെടുക. മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ, സ്വർഗത്തിലേക്കുള്ള സകല ആളുകളും പുഞ്ചിരിച്ചുകൊണ്ട് വുജൂഹു യൗമഇദിൻ നാഇമ ലിസഈഹാ റാളിയ. ദുനിയാവിൽ അവർ ഇബാദത്ത് ചെയ്തിരുന്നു, ദുനിയാവിൽ അവർ കഷ്ടപ്പെട്ടിരുന്നു, നിസ്കരിച്ചിരുന്നു, നോമ്പ് നോറ്റിരുന്നു, സദഖ ചെയ്തിരുന്നു, സകാത്ത് കൊടുത്തിരുന്നു, ഖുർആൻ ഓതിയിരുന്നു, ദിക്ർ ചൊല്ലിയിരുന്നു, പടച്ച റബ്ബിനോട് അടുത്തിരുന്നു, കുടുംബബന്ധം പുലർത്തിയിരുന്നു, ഹറാമുകളിൽ നിന്ന്, തമ്മാടിത്തരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് വളരെ മനോഹരമായി ജീവിച്ച മഹാന്മാരായ ആളുകൾ അവര് പുഞ്ചിരിക്കുകയാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. മഹാന്മാരായ സ്വർഗകാവൽക്കാരായ മലക്കുകള്, റഹ്മത്തിന്റെ മാലാകമാര് സലാം പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് സ്വർഗത്തിലേക്ക്. ആ മനോഹരമായ കാഴ്ച, വലത് ഭാഗക്കാരുടെ മനോഹരമായ കാഴ്ച പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, ഖുർആനിന്റെ ആവിഷ്കാരം ഞാൻ അങ്ങനെ ഓർത്തപ്പോ എന്റെ മനം നിറയെ ഞാനത് കണ്ടപ്പോ സന്തോഷിച്ച് തിരിച്ചു പോയതാണ്. സ്വർഗക്കാരെ, സ്വർഗത്തിലെ നിയമത്തുകൾ അതൊക്കെ അങ്ങനെ ചിന്തിച്ചു. സ്വർഗത്തിലെ കൊട്ടാരങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങളെ കുറിച്ച് ഖുർആൻ വിശദീകരിച്ചത്, ഞാൻ അതൊക്കെ ഓർത്ത് സന്തോഷിച്ചതാ, ഞാൻ അതൊക്കെ ഓർത്ത് ചിരിച്ചു പോയതാണ്. ഇടത് ഭാഗത്തേക്ക് നോക്കിയപ്പോ ഇടത് ഭാഗത്തെ കുറിച്ച് പറയുന്ന ഖുർആനിലെ വചനങ്ങൾ, വഅസ്ഹാബുശ്ശിമാൽ മാ അസ്ഹാബുശ്ശിമാൽ. ആരാ ഇടത് ഭാഗക്കാര്? ആരാ ഇടത് ഭാഗക്കാര്? നരകത്തിലേക്കുള്ളവര്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. തമ്മാടികളെ, കുറ്റവാളികളെ, ഇങ്ങോട്ട് മാറി നിൽക്കണടാ എന്ന് പറഞ്ഞുകൊണ്ട് സബാനിയാക്കളായ മലക്കുകള് ഇടത് ഭാഗത്തേക്ക് ചേരി മാറ്റിയവര്, ഇടത് ഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടവര്. വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. കത്തിയാളുന്ന നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകപ്പെടുന്നവര്, അവരുടെ മുഖത്തേക്ക്, അവരുടെ പിന്നിലേക്ക് മലായിക്കത്തെ അടിച്ചുകൊണ്ട് അടിച്ച് മർദ്ദിച്ച് ചങ്ങലക്കെട്ട് വലിച്ചെടുത്ത് ചവിട്ടി ഉരുട്ടിയിട്ട് ശിക്ഷകൾ അവിടുന്ന് തന്നെ ഏറ്റുവാങ്ങിയിട്ട് അവരെ കൊണ്ടുപോവുകയാ നരകത്തിലേക്ക്. ആ കാഴ്ച, ആ ദീനരോധനങ്ങൾ, അവരുടെ ആക്രോശങ്ങൾ, അവരുടെ ദയനീയമായ നെടുവേർപ്പുകൾ, കത്തിയാളിയ കരുവാളിച്ച കറുത്തിരുന്ന അവരുടെ ദയനീയ മുഖങ്ങൾ, അതൊക്കെ ഖുർആൻ പറഞ്ഞത്, മുത്തുനബി പറഞ്ഞത് ഞാനങ്ങനെ ഓർത്തു. എന്റെ കണ്ണുകൊണ്ട് കണ്ടു, എന്റെ ഖൽബ് കൊണ്ട് കണ്ടു. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. റബ്ബിന്റെ നരകശിക്ഷകൾ ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ്. മഹാനായ സയ്യിദുനാ ബുഹ്ലൂലുൽ മജ്നൂൻ, മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആരാണ് മഹാന്മാർ? എന്ത് കണ്ടാലും ഖുർആനിലെ ആയത്തുകൾ ഓർമ്മ വരിക. എവിടേക്ക് നോക്കിയാലും, ആരെ കണ്ടാലും, എന്ത് കണ്ടാലും പരിശുദ്ധമായ ഖുർആൻ ഓർമ്മ വരിക. എന്നിട്ട് ആ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുക, പരലോകത്തെ കുറിച്ച് ആലോചിക്കുക. ഈ രണ്ട് കാര്യങ്ങളാ റസൂലുള്ള പഠിപ്പിച്ചത്. ഖുർആൻ ചിന്തിക്കുക, മരണത്തെക്കുറിച്ച് ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സയ്യിദുനാ ഉസ്മാൻ ഖബറു കണ്ടാൽ പിന്നെ ഒലിക്കുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ. ആര്? ഇസ്ലാമിന്റെ മൂന്നാം ഖലീഫയാണ്
ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്തിനാ കരയുന്നത്? ഖബർ കണ്ടാൽ. സ്വർഗം കണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണ് കരയുന്നത്. എന്തിനാ കരയുന്നത്? ഖബറിനെ കുറിച്ച് ആലോചിച്ച്. സയ്യിദുന ഉസ്മാൻ ഖബറു കണ്ടാൽ പിന്നെ ഒലിക്കുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ. നരകത്തെ ഓർത്താൽ പോലുമില്ലിത് തങ്ങളിൽ, അതിലുപരിയാണ് ഖബറു കണ്ടാൽ നിങ്ങളിൽ. മഹാനവറുകളെ, നരകത്തെ അല്ലേ ഏറ്റവും പേടിക്കേണ്ടത്? നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ, നരകത്തെ ഓർത്താൽ അങ്ങിങ്ങനെ കരയാറില്ലല്ലോ. ഖബർ കാണുമ്പോ, ഖബറിനെ ഓർക്കുമ്പോ എന്തേ ഇങ്ങനെ കരയുന്നത്? ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ പരലോകത്തെ ഘട്ടങ്ങളുടെ ആദ്യത്തെ ഘട്ടമാ. പരലോകത്തെ യാത്രയിലെ സങ്കേതങ്ങളിൽ ആദ്യത്തേതാ. പരലോക ഭവനങ്ങളിൽ ആദ്യത്തെ ഭവനമാണ്. അവിടെ രക്ഷപ്പെട്ടാൽ പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ല. പിന്നെ മഹ്ശറ ഭയപ്പെടേണ്ട, പിന്നെ സിറാത്ത് പേടിക്കേണ്ട, പിന്നെ മീസാൻ ഭയപ്പെടേണ്ട, പിന്നെ നരകത്തെക്കുറിച്ച് ഭയചകിതരാവേണ്ട. ഇവിടെ രക്ഷപ്പെടണം, ഖബറിൽ രക്ഷപ്പെടണം. ചോദിച്ചവരോട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു മനോഹരമായി, فإن تنجو منها تنجو من ذي عظيمة وإلا فإني لا إخالك ناجيا. മോനെ, ഫൈൻ തൻജു മിൻഹാ തൻജു, നീ അവിടെ രക്ഷപ്പെട്ടാൽ, ആ ഖബറിൽ നീ രക്ഷപ്പെട്ടാൽ നീ രക്ഷപ്പെട്ടു. വഇല്ലാ ഫഇന്നീ ലാ ഇഖാലുക നാജിയാ. ആ ഖബറിൽ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ പിന്നെ കാര്യം അപകടമാണ്. ഖബറിലെ അദാബിൽ നിന്ന് കാവൽ ചോദിക്കാതെ നമ്മൾ 5 വഖത്ത് നിസ്കരിക്കാറില്ല. ഖബറിലെ അദാബ് മുഅ്മിനെ, അല്ലാഹുവിന്റെ റസൂല് ഓരോ നിസ്കാരങ്ങളിലെ അവസാനത്തെ അത്തഹിയ്യാത്തിൽ പടച്ച റബ്ബിനോട് കാവൽ തേടാൻ പറഞ്ഞ കാര്യങ്ങളിൽ പെട്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, പടച്ചവനെ ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തിൽ നിന്നൊക്കെയാണ് കാവൽ തേടുന്നത്? അദാബുൽ ഖബറിൽ നിന്ന്, ഫിത്നത്തുൽ മഹ്യ വ ഫിത്നത്തുൽ മമാത്, ജീവിതത്തിന്റെ ഫിത്നകളിൽ നിന്ന്, മരണത്തിന്റെ ഫിത്നകളിൽ നിന്ന്, പ്രയാസകരമായ മരണത്തിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന്, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്. അങ്ങനെ അങ്ങ് അത്തഹിയ്യാത്ത് അവസാനിപ്പിക്കുമ്പോ അദാബുൽ ഖബർ, ഖബറിലെ അദാബിൽ നിന്ന് കാവൽ തേടാതെ നമ്മൾ നിസ്കാരം നടത്താറില്ല. ഓരോ നിസ്കാരത്തിലും നമ്മൾ കാവൽ തേടുന്നുണ്ട്. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ, അദാബുൽ ഖബറിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ലികുല്ലി നബിയിൻ റഫീഖ്, എല്ലാ നബിമാർക്കും റഫീഖായ ഒരു കൂട്ടുകാരനുണ്ടാകും, ഏറ്റവും അടുപ്പമുള്ള റഫീഖായ ഒരു കൂട്ടുകാരൻ. എന്നാൽ എന്റെ റഫീഖ് റസൂലുള്ളാഹി പറഞ്ഞു, വറഫീഖി ഫിൽ ജന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, എന്റെ കൂട്ടുകാരൻ സുവലോക സ്വർഗ്ഗത്തില് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണ്. മഹാനവറുകൾ മരണപ്പെടുന്ന ദിവസം നോമ്പുകാരനായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് വുദൂഓടുകൂടെയാ മരണപ്പെട്ടത്, നോമ്പോടുകൂടെയാ മരണപ്പെട്ടത്. അന്ന് രാവിലെ മഹാന്മാരായ സഹാബത്തിനോട് പറഞ്ഞു, എന്നെ നോമ്പ് തുറക്കാൻ മുത്തുനബി ക്ഷണിച്ചിട്ടുണ്ട്, നോമ്പ് തുറക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ക്ഷണിച്ചിട്ടുണ്ട്. വഫാത്തായി പോയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, എന്നെ നോമ്പ് തുറക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ അതിന്റെ പൊരുള് സഹാബത്തിന് മനസ്സിലായില്ല. നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നോമ്പുകാരനായി ഈ ലോകത്തോട് വിട പറഞ്ഞു മഹാനായ 3-ാം ഖലീഫ റളിയല്ലാഹു തആല അൻഹു. എന്നിട്ടും പേടിച്ചു, ഖബറിനെ പേടിച്ചു. എന്നാൽ ഇതാ മറ്റൊരാൾ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഏറ്റവും വലിയ ധൈര്യത്തിന്റെ, ധീരതയുടെ, ചങ്കൂറ്റത്തിന്റെ, ചങ്കുറപ്പിന്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്ന ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് കൂടുതൽ കാലമായിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ട് കൂടുതൽ കാലമായിട്ടില്ല. ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ വിശ്വാസ കർമ്മകാര്യങ്ങളൊക്കെ അങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ഘട്ടത്തില് വഴിക്ക് വെച്ച് മക്കത്ത് വഴിക്ക് വെച്ച് മഹാനായ റസൂലുള്ള ഒരിക്കൽ കണ്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സലാം പറഞ്ഞു. സലാം മടക്കി റസൂലുള്ള ചോദിച്ചു, കൈഫ ഹാലുക യാ ഉമർ? ഉമറേ, എന്തൊക്കെയാ വിശേഷം? എന്തൊക്കെയാണ് ഉമറേ വിശേഷങ്ങൾ? ഇപ്പൊ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ റാഹത്താണ്. എന്തൊക്കെയാ വർത്തമാനം ചോദിച്ചപ്പോ, സന്തോഷമാണ് നബിയെ, റാഹത്താണ്, പ്രയാസങ്ങളൊന്നുമില്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞു. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ചോദിക്കുകയാണ്, വളരെ അപ്രതീക്ഷിതമായ ഒരു ചോദ്യം. ഉമറേ, നിങ്ങൾ മരണപ്പെട്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ വിശേഷം? സലാം പറഞ്ഞു. വിശേഷങ്ങൾ എന്തൊക്കെയാ ചോദിച്ചു. അൽഹംദുലില്ലാഹ്, റാഹത്തിലാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, ഉമറേ, നിങ്ങൾ മരണപ്പെട്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ വിശേഷം? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, കൈഫ, മഹാനായ ഉമറേ, കൈഫ ഹാലുക ഇദാ കുന്ത ഫീ അർബഇ അദ്റഇൻ മിനൽ അർളി ഫീ ദിറാഇനി ബഅദൽ മൗത്ത്? മരണപ്പെട്ടതിന് ശേഷം നിന്നെ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ എന്തായിരിക്കും നിന്റെ വിശേഷം? വൈദാ റഅയ്ത മുൻകറൻ വനകീറാ, ഖബറിൽ വെച്ച് മുൻകറിനെയും നകീറിനെയും കണ്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ വിശേഷം? റസൂലുള്ളാഹിനോട് തിരിച്ചു ചോദിച്ചു, വമാ മുൻകറുൻ വനകീറുൻ യാ റസൂലല്ലാഹ്? ആരാണ് മുൻകർ നബിയേ, ആരാണ് നകീർ നബിയേ? ഉമർ റളിയല്ലാഹു അൻഹു പഠിച്ചിട്ടില്ല. ആരാണ് മുൻകർ നബിയേ, ആരാണ് നകീർ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, ഉമറേ, ഫത്താനൽ ഖബരി മലക്കാനി അസവാദാനി, രണ്ട് മലക്കുകളാണ് അവര്. ഖബറാളികളെ ചോദ്യം ചെയ്യുന്ന രണ്ട് മലക്കുകളാണ് അവര്. ഖബറിൽ ചോദ്യം ചെയ്യാൻ ജോലി ഏൽപ്പിക്കപ്പെട്ടവരാ. അവരെ കണ്ടാൽ തന്നെ ഭയപ്പെട്ടു പോകും. ഏറ്റവും ഭീതിജനകമായ രൂപമാണ് അവർക്കുള്ളത്. കറുകറുത്ത പേടിപ്പെടുത്തുന്ന രൂപമാ അവരുടേത്. അവരുടെ ഒരു നോട്ടം മതി, അവരുടെ ഒരു നോട്ടം മതി കൽബ് കലങ്ങിപ്പോകാൻ. ഉമറേ, ഇടിനാദത്തെക്കാൾ മുഴക്കമുള്ള അവരുടെ ശബ്ദം, ഇടിമുഴക്കത്തെക്കാൾ പേടിപ്പെടുത്തുന്ന അവരൊന്ന് ഒച്ചയിട്ടാൽ അത് മതി ഖബറാളിക്ക് ഏറ്റവും വലിയ ശിക്ഷയായി. അവരുടെ കൈകളിൽ ശക്തമായ ദണ്ഡുകളുണ്ട്. ഉമറേ, ഖബറിൽ ചോദ്യം ചെയ്ത് ഉത്തരം മുട്ടിപ്പോയാൽ ഖബറാളികളെ അവര് ശിക്ഷിക്കും. താങ്ങാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. ഇതെല്ലാം പറയുമ്പോ സത്യത്തിൽ പേടിക്കണം, ഇതെല്ലാം കേൾക്കുമ്പോ ഭയപ്പെടണം. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു റസൂലുള്ളാഹിനോട്, മുത്തുനബിയേ, ഇങ്ങനെ പേടിപ്പെടുത്തുന്നവരാണോ അവര്? അവരെങ്ങനെ ശിക്ഷിക്കുന്നവരാണോ? അവര് രണ്ടാളുകളാണോ? അല്ലാഹുവിന്റെ റസൂലേ, വഅന ഫീ ഹാലി ഹാദി, അല്ലാഹുവിന്റെ റസൂലേ, അന ഫീ ഹാലി ഹാദി, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കോ? ഞാൻ മരിച്ച് എന്റെ ഖബറിലെത്തിയാൽ ഞാൻ ഇങ്ങനെ തന്നെ ആവോ? എനിക്കെന്റെ ഈ ആരോഗ്യം ഉണ്ടാകുമോ നബിയേ? എന്റെ ഈ ധൈര്യവും എന്റെ ഈ ചങ്കൂറ്റവും ചങ്കുറപ്പും എന്റെ ഈ ശക്തിയും എനിക്ക് എന്റെ ഖബറിലും അന്ന് തരുമോ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, ഉമറേ, നഅം, അതെ, നിങ്ങൾക്ക് ഈ ചങ്കുറപ്പും ചങ്കൂറ്റവും ആരോഗ്യവും ഈ ശക്തിയും നിങ്ങളുടെ ഖബറിലും ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയെ ചിരിപ്പിച്ചുകൊണ്ടാ മറുപടി പറഞ്ഞത്. റസൂലുള്ളാഹി ചിരിച്ചുപോയി മറുപടി കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്നാൽ എന്റെ കാര്യത്തിൽ അങ്ങ് ബേജാറാവണ്ട. അവര് രണ്ടുപേരല്ലേ, അവര് രണ്ട് മലക്കുകളല്ലേ? ഇതെന്നാക്കുഫീലവുമാ, അവർക്ക് ഞാൻ മതി നബിയെ. എന്റെ കാര്യത്തിൽ അങ്ങ് വേദനിക്കണ്ട, ഞാൻ അവരെ നേരിട്ട് കൊള്ളാം, നേരിടേണ്ടതുപോലെ ഞാൻ അവരെ കൈകാര്യം ചെയ്യാം നബിയെ, എനിക്ക് വ്യസനമില്ല, അങ്ങും എന്റെ കാര്യത്തിൽ സങ്കടപ്പെടണ്ട. മുത്തുനബി പറഞ്ഞു, ഉമറേ, എന്താ നിങ്ങൾ പറയുന്നത്? കൗതുകത്തോടുകൂടെ റസൂലുള്ളാഹി ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉമറേ, മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരുപാട് വരാൻ പോകുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുത്തില്ലേ? വരാൻ പോകുന്ന എത്രയെത്ര കാര്യങ്ങൾ.
വരാൻ പോകുന്ന ഒരുപാട് പ്രവചനങ്ങൾ ആ കൂട്ടത്തിൽ റസൂലുള്ളാഹിക്ക് ജിബ്രീൽ അറിയിച്ചു കൊടുത്തതാ. അല്ലാഹുവിന്റെ റസൂലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ട അവിടെ ഖബറിൽ നടക്കാൻ പോകുന്ന വരാൻ പോകുന്ന ഒരു രംഗം കൗതുകത്തോടുകൂടെ ആ ജിബ്രീലും മഹാനായ മുത്തുനബിക്ക് പറഞ്ഞു കൊടുത്തത്. അത് റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാ. ഉമറേ, ജിബ്രീൽ പറഞ്ഞു തന്നു, ജിബ്രീൽ അറിയിച്ചു തന്നു, നിങ്ങൾ മരണപ്പെട്ട് എല്ലാവരുടെ ഖബറിലേക്കും മുങ്കറും നക്കീറും ചോദിക്കാൻ വരുന്നത് പോലെ നിങ്ങളുടെ ഖബറിലേക്കും മുങ്കറും നക്കീറും വരും. അപ്പോഴാ രസം, അപ്പോഴാ അത്ഭുതം, അപ്പോഴാ കൗതുകം. അവര് ചോദിക്കുകയാ, വഇദാ ഐഖദാക വഇദാ അജ്ലസാക വഇദാ സഅലാക മൻ റബ്ബുക. ആദ്യത്തെ ചോദ്യം, എല്ലാ ഖബറാളിയോടുമുള്ള ആദ്യത്തെ ചോദ്യം, മുങ്കറുൻ നക്കീറും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, മൻ റബ്ബുക, ആരാ നിങ്ങളുടെ റബ്ബ്? പേടിപ്പെടുത്തുന്ന ചോദ്യം. എല്ലാവരും ആ ചോദ്യം കേട്ടാൽ തന്നെ പേടിച്ചു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു കൂസലുമില്ല, ഒരു ബേജാറുമില്ല, ഒരു പേടിയുമില്ല. ഒരു ഗൗരവത്തോടുകൂടെ തന്നെ, ഒരു പേടിയുമില്ലാതെ വളരെ ധൈര്യത്തോടുകൂടെ തന്നെ മറുപടി കൊടുക്കുകയാ. എങ്ങനെയാ മറുപടി? മുങ്കറിനോട് നക്കീറിനോടുള്ള മറുപടി, അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹുവാണ്. മറുപടി അവസാനിപ്പിച്ചില്ല. അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹുവാണ്. ഇനി നിങ്ങൾ പറയണം, ഫമൻ റബ്ബുക്കുമാ, നിങ്ങളുടെ റബ്ബാരാ? അത് നിങ്ങളും പറയണം. മുങ്കറിനോട് നക്കീറിനോട് തിരിച്ചു ചോദ്യം. അജബൻ അജബാ. ആദ്യത്തെ അനുഭവമാണ്. അവർ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആരും ഞങ്ങളെ തിരിച്ചു ചോദ്യം ചെയ്യാറില്ല, ആരും ഇങ്ങോട്ട് തിരിച്ചു ചോദ്യം ചെയ്യാറില്ല. ആദ്യമായിട്ടാ മുങ്കറുൻ നക്കീറും ചോദ്യം തിരിച്ചു കേൾക്കുന്നത്. നിങ്ങളുടെ റബ്ബാരാ, നിങ്ങൾ പറയണോ? അവര് പറഞ്ഞു, മുങ്കറുൻ നക്കീറും പറഞ്ഞു, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു, ഇനി എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഓരോ ചോദ്യവും ചോദിക്കുമ്പോ അതൊക്കെ നേരെ തിരിച്ച് മലക്കുകളോടും ചോദിച്ച് അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ചു. അവര് പറഞ്ഞു, വാജബാ ഉർസിൽത ഇലൈനാ അം ഉർസിൽനാ ഇലൈക. ഉമറേ, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചതാണോ? ഞങ്ങൾ എത്രയോ ഖബറാളികളെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഇന്നേ വരെ ആരും ഞങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പടച്ചറപ്പ് നിങ്ങളെ ഏൽപ്പിച്ചതാണോ? അല്ലാഹു അലം. അജബ, ഇത് വല്ലാത്ത അത്ഭുതം തന്നെ. അവര് സലാം പറഞ്ഞുകൊണ്ട് സ്വർഗീയമായ കവാടം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മദീന മുനവ്വറയിലെ ഖബറിടത്തിലേക്ക് തുറന്നിട്ട് കൊടുത്തുകൊണ്ട് മലക്കുകൾ തിരിച്ചു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് രണ്ട് പ്രതീകങ്ങളാണ്. ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഖബറിനെ ഓർത്താൽ കണ്ടാൽ കരഞ്ഞ് കലങ്ങിപ്പോകുന്ന കണ്ണുകൾ. മറ്റേതോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അങ്ങേയറ്റത്തെ ധൈര്യവും സ്ഥൈര്യവും എന്തും നേരിടാനുള്ള മനക്കരുത്തും ഈമാനും ശക്തിയും. ഏത് പക്ഷത്ത് നിൽക്കാൻ കഴിയും നമുക്ക്? മുഅ്മിനെ, രണ്ട് പക്ഷത്തും നമുക്ക് ധൈര്യപ്പെടാൻ കഴിയുമോ? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പാടിയ വരികളാണ്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു എല്ലാ വെള്ളിയാഴ്ചകളിൽ ഈ മനോഹരമായ വരികൾ അങ്ങനെ പാടിയിട്ട് 10 തവണ 100 തവണ ചിലപ്പോ അതിലധികം തവണകൾ പാടിയിട്ട് കണ്ണുനീരൊലിപ്പിച്ച് കരയാറുണ്ട്. എന്ത്? ഇലാഹി, പടച്ചവനേ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. അല്ലാഹുവേ, നിന്റെ സ്വർഗം വാങ്ങാൻ ഞാൻ അർഹത നേടിയിട്ടില്ല. ഇബാദത്ത് ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്വർഗം വാങ്ങാൻ ഞാൻ അർഹനല്ല. സ്വർഗം കിട്ടാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇമാം ഷാഫി തങ്ങൾ പോലും, മഹാന്മാരായ സഹാബത്ത് പോലും, റബ്ബേ, നിന്റെ വിശാലമായ സ്വർഗത്തിന് ഞാൻ അർഹതയുള്ളവനല്ല. പിന്നെ സ്വർഗമല്ലെങ്കിൽ പിന്നെയുള്ളത് നരകമാണ്. പടച്ചവനേ, വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. കത്തിയാളുന്ന നരകവും അത് താങ്ങാനും കഴിയില്ല റബ്ബേ, അത് സഹിക്കാനും കഴിയില്ല അല്ലാഹ്. സ്വർഗം നേടാൻ ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല.
സ്വർഗത്തിലേക്കുള്ള ഒരുക്കമില്ല, അതിനുള്ള വിഭവങ്ങളില്ല, അതിനുള്ള ഇബാദത്തില്ല. പിന്നെ നരകമല്ലേ, ആ നരകം താങ്ങാൻ അതിന് ധൈര്യവുമില്ല, നരകത്തെ നേരിടാനുള്ള ശക്തിയുമില്ല. റബ്ബേ, പിന്നെ എന്താ വഴിയുള്ളത്? റബ്ബേ, നിന്റെ ഫضل കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട്, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാഹ്. ഇബാദത്ത് കൊണ്ട് സ്വർഗം ചോദിക്കാൻ അർഹതയുണ്ടോ അല്ലാഹ്? അതല്ല, നിന്റെ കാരുണ്യം കൊണ്ട്, നിന്റെ കൃപ കൊണ്ട്, നിന്റെ ഇഷ്ടം കൊണ്ട് നീ ഞങ്ങൾക്ക് ഓഷാരമായിട്ട് സുഖലോക സ്വർഗം തരണേ റബ്ബേ എന്ന് പറഞ്ഞ മഹാന്മാർ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നല്ല രൂപത്തിൽ മരിക്കാൻ കഴിയണം, അതിന് നല്ല ജീവിതം ഉണ്ടാവണം. എങ്ങനെയാണോ ജീവിതം അങ്ങനെയായിരിക്കും മരണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യമൂതു അലാമാ ആശാലൈ വയുബഅസു അലാമാ മാതഅലൈ. എല്ലാവരും കുല്ലു ഇൻസാൻ യമൂതു അലാമാ ആശാലൈ. എങ്ങനെയാ ജീവിതം അങ്ങനെയായിരിക്കും മരണം. എങ്ങനെയാ ജീവിതം അങ്ങനെയായിരിക്കും മരണം. നല്ല ജീവിതമാണോ അങ്ങനെ മരിക്കാം. അതിന്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട താബിഈ പണ്ഡിതനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു, അവരുടെ നാട്ടില് ഒരാൾ മരണപ്പെടാൻ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുകയാണ്. ഒരാൾ മരണപ്പെടാൻ, ഒരു ചെറുപ്പക്കാരൻ മരിക്കാൻ പോകുന്നു എന്ന വിവരം അറിഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി. സക്കറാത്തിന്റെ ഘട്ടത്തിലല്ലേ മുഅ്മിനീങ്ങളെ നമ്മുടെ ബാധ്യത എന്താ? അവിടെ കലിമ ചൊല്ലിക്കൊടുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ ദഖലൽ ജന്ന, അവൻ സുഖലോക സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. കലിമ ചൊല്ലി മരിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ മരിക്കാൻ കിടക്കുന്നവരുടെ അടുത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ, പരിസരത്തുണ്ടെങ്കിൽ അവർക്ക് കലിമ ചൊല്ലിക്കൊടുക്കൽ നമ്മുടെ കടപ്പാടാണ്. മുഅ്മിനീങ്ങളെ, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങള് ഈ ചെറുപ്പക്കാരന് കലിമ ചൊല്ലിക്കൊടുക്കുകയാ. അപ്പൊ ഇയാള് പറയുകയാ, ഇശ്റബ് ഇശ്റബ് വസ്തിനി, ഇശ്റബ് വസ്തിനി, ഇശ്റബ് വസ്തിനി, നീ കുടിച്ചോ, എനിക്ക് ഒഴിച്ചോ, കുടിച്ചോളൂ, ഒഴിച്ചോളൂ. ഇവിടെ കലിമ ചൊല്ലിക്കൊടുക്കുന്നു. ഇയാള് പറയുന്നു, കുടിച്ചോ, ഒഴിച്ചോ, കുടിച്ചോ, ഒഴിച്ചോ, കുടിച്ചോ, ഒഴിച്ചോ. കലിമ ചൊല്ലാൻ കഴിയാതെ അങ്ങനെ മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവർ സ്വകാര്യമായി അന്വേഷിച്ചു, എങ്ങനെയായിരുന്നു ഈ ചെറുപ്പക്കാരന്റെ ജീവിതം. അപ്പൊ നാട്ടുകാര് പറഞ്ഞു, മഹാനവറുകളെ പറയാ, നിങ്ങൾ ചോദിച്ചപ്പോ പറയുകയാ, മുഴുക്കുടിയനായിരുന്നു. സമയം സമ്പത്തും കൂട്ടുകാരോടൊപ്പം മദ്യഷാപ്പുകളിൽ, മദ്യശാലകളിൽ കുടിക്കാൻ വേണ്ടി, മദ്യത്തിന് വേണ്ടി ജീവിതം ചെലവഴിച്ച ആ ചെറുപ്പക്കാരൻ സുബ്ഹാനല്ലാഹ് മരിക്കുന്ന സമയത്തതാ കാണുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, വമാ മിൻ മയ്യിത്തിൻ ഇല്ലാ യുറദു അലൈഹി അഹ്ലു മജാലിസി. ഓരോരുത്തരും മരിക്കുന്ന സമയത്ത് അവരെ ഏറ്റവും കൂടുതൽ ചെലവഴിച്ച സദസ്സുകള്, അവരുടെ കൂട്ടുകാര്, അവരെ ഇഷ്ടപ്പെട്ട സദസ്സുകൾ, അവരിഷ്ടപ്പെട്ട കൂട്ടുകാരെ, അവരിഷ്ടപ്പെട്ട ഏർപ്പാടുകൾ, അതാണ് മരിക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ കാണിക്കപ്പെടുക. ഈ ചെറുപ്പക്കാരൻ മദ്യഷാപ്പുകളെ, മദ്യത്തെ, മദ്യപാനികളായ കൂട്ടുകാരെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് ജീവിച്ചവനായതുകൊണ്ട് അതാ കാണുന്നത്, മദ്യപിക്കുന്ന രംഗമാണ് കാണുന്നത്. അതുകൊണ്ടാ പറയുന്നത്, നീ കുടിച്ചോ, ഒഴിച്ചോ, കുടിച്ചോ, ഒഴിച്ചോ. ഈമാൻ കിട്ടാതെ അങ്ങനെ മരണപ്പെട്ടു. മഹാനവറുകൾ തന്നെ മറ്റൊരു അനുഭവം പറഞ്ഞു. മറ്റൊരാൾക്ക് കലിമ ചൊല്ലി കൊടുക്കുമ്പോ അയാൾ പറയുകയാണ്, 10, 11, 12. ഏതോ ഒരു കളി, ഏതോ ഇസ്ലാമിക വിരുദ്ധമായ ഒരു കളി, ആ കളിയിൽ ഏർപ്പെട്ട് ആ കളിയുടെ ക്ലബ്ബുകളിൽ സമയം ചെലവഴിച്ച് ഇസ്ലാമിക വിരുദ്ധമായ കളികളിൽ ഏർപ്പെട്ടുകൊണ്ട്, ഹറാമിന് വേണ്ടി ഹറാമായ ചൂതാട്ടം പോലെയുള്ള കളികളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിതം ചെലവഴിച്ചവർ അവിടെയാ പറയുന്നത് 10, 11, 12. അയാളും അങ്ങനെ ഈമാൻ കിട്ടാതെ മരിച്ചുപോയി. ദാഹം ഔത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാ. ദാഹം ഏറ്റവും കൂടുതൽ ദാഹം അനുഭവിക്കുക മരിക്കുന്ന സമയത്താണ്.
സക്കറാത്തിന്റെ സമയത്താണ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു. ഓരോരുത്തരും റസൂലുള്ള പറഞ്ഞ വാക്ക് തന്നെ എങ്ങനെയാ? ബഹറിലെ സമുദ്രത്തിലെ വെള്ളം മുഴുവനും ഒരാൾ കൊണ്ടുവന്ന് കൊടുത്താലും തീരാത്ത ദാഹം മരിക്കുന്ന സമയത്തുണ്ടാകുമെന്ന് പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ആ സമയത്ത് വെള്ളക്കൂജയുമായി നല്ല തണുത്ത വെള്ളപ്പാനീയവുമായി വെള്ളപാത്രവുമായി ഇതാ കടന്നു വരുന്നു ആര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. എന്നിട്ട് ചോദിക്കും, വെള്ളം വേണോ? ഇബ്ലീസിന്റെ വെള്ളമെങ്ങാനോ വേണമെന്ന് പറഞ്ഞ് അതിന് സമ്മതം കൊടുത്താൽ നമ്മുടെ ഈമാൻ അവൻ പഴപ്പിക്കും. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് സ്വന്തം ഉമ്മാന്റെ രൂപത്തിൽ വരും. മോനെ, ഞാൻ നിന്റെ ഉമ്മയാ. മോളെ, ഞാൻ നിന്റെ ഉമ്മയാ. ഇതാ ഞാൻ നിന്റെ ഉപ്പയാണ്. സ്വന്തം ഉമ്മയുടെ ഉപ്പാന്റെ രൂപത്തിൽ കടന്നു വന്നുകൊണ്ട് മരിക്കുന്ന സമയത്ത് നമ്മുടെ ശത്രു, അലം അഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അവനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അവൻ നിങ്ങളുടെ ഈമാൻ പഴപ്പിക്കും. അവൻ നിങ്ങളുടെ ഈമാൻ തകർക്കും. അതുകൊണ്ട് കാക്കണേ, സൂക്ഷിക്കണേ. ഇബ്ലീസിനെ ഏറ്റവും വലിയ ശത്രുവായി നിങ്ങൾ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പിന്നെ ആ രംഗത്ത്, ആ സമയത്ത് മഹാന്മാരായ മലക്കുകൾ, അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് മഹാനായ അസ്രായീൽ റൂഹ് പിടിക്കാൻ എത്തുന്നതിന് മുമ്പ് സന്തോഷ വാർത്ത അറിയിക്കുന്ന കാരുണ്യത്തിന്റെ റഹ്മത്തിന്റെ മലായികത്ത് അവിടെ വരും. ചില മഹാഭാഗ്യവാന്മാരുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ വരുന്ന രംഗങ്ങൾ മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത്, പരിശുദ്ധമായ ഖുർആനിലെ ഒരു ദുആ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ആ ആയത്തിൽ പറഞ്ഞ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, അത് മരണരംഗത്തെ കുറിച്ചാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനം പറയുന്നുണ്ട്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, പടച്ചവനെ, ഞങ്ങൾ ഹിദായത്തിൽ ജീവിച്ചവരാണ്, ഞങ്ങൾ മുസ്ലിങ്ങളായി ജീവിച്ചവരാണ്, ഞങ്ങൾ ഹൃദയത്തിന് ചാഞ്ചാട്ടം ഉണ്ടാക്കരുതേ റബ്ബേ. ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ മനസ്സുകൾ പതറിപ്പോകരുതേ റബ്ബേ, ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകരുതേ അല്ലാഹ്. ഞങ്ങൾ ഹിദായത്തിൽ ജീവിച്ചു, ഞങ്ങൾ മുസ്ലിങ്ങളായി ജീവിച്ചു, മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെടുത്തരുതേ അല്ലാഹ്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, പടച്ചവനെ, നിന്റെ കാരുണ്യം ആ സമയത്ത് ഞങ്ങൾക്ക് നൽകണേ എന്ന് പറഞ്ഞ ആ റഹ്മത്ത്, ആ കാരുണ്യം മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീലാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദുആ പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നോക്കണേ, ശ്രദ്ധിക്കണേ. എല്ലാ ദിവസവും രാത്രി വിത്ർ നിസ്കാരത്തിന് ശേഷം 7 തവണ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് എന്ന ഖുർആനിക പ്രാർത്ഥന പതിവാക്കിയാൽ ഈമാൻ സലാമത്തായിട്ടുള്ള മരണം ഉറപ്പാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൗഫീഖ് നൽകട്ടെ. വിത്ർ നിസ്കാരം നമുക്ക് പതിവുണ്ടാകണം. 5 വഖത്ത് ഫർദ് നിസ്കാരം മാത്രമല്ല, സുന്നത്തായ നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കണം. ഫർദ് എന്ന് പറഞ്ഞാല് അത് നമ്മുടെ കടമ നിറവേറ്റലാണ്, അത് നമ്മുടെ ബാധ്യത തീർക്കലാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ പടച്ചറപ്പിന്റെ വലിയ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. പിന്നെ നമുക്ക് കൂടുതൽ പ്രതിഫലം നേടിത്തരുക, നമ്മുടെ ദറജ പരലോകത്ത് ഉയർത്തുക, അത് സുന്നത്തായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സുന്നത്തായ നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ, ളുഹാ നിസ്കാരം പോലെയുള്ള നിസ്കാരങ്ങൾ, വിത്ർ നിസ്കാരം പോലെയുള്ള നിസ്കാരങ്ങൾ അല്ലാഹു പതിവാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. രാത്രിയുള്ള വിത്ർ നിസ്കാരം, ആ വിത്ർ നിസ്കാരം കഴിഞ്ഞാൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ, പ്രത്യേകമായ തസ്ബീഹുകൾ, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രത്യേകമായ തസ്ബീഹുകൾ മഹാനായ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. 3 തവണ സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് ചൊല്ലൽ സുന്നത്താണ്. പ്രത്യേകമായ പ്രാർത്ഥന വിത്റിന് ശേഷം റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെ ഇത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്
അവ്വാബ് വിത്ർ നിസ്കാരം കഴിഞ്ഞിട്ട് 7 തവണ ഈ പ്രത്യേകമായ ഖുർആനിലെ ആയത്ത് ദുആ അത് പതിവാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് വളരെ തുടർച്ചയായി 20 ദിവസങ്ങൾ ഈ മനോഹരമായ സദസ്സിലേക്ക് നമ്മളൊക്കെ വന്നിരിക്കേണ്ടവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കണേ. നമുക്ക് പരലോകത്ത് വിജയിക്കണ്ടേ, നമുക്ക് നല്ല മരണമുണ്ടാവണ്ടേ, നമ്മുടെ ഖബർ സന്തോഷത്തിന്റെ വീടാവണ്ടേ, പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണ്ടേ. അതിനു വേണ്ടിയല്ലേ ഈ അധ്വാനങ്ങൾ, അതിനു വേണ്ടിയല്ലേ ഈ പ്രവർത്തനങ്ങൾ, അതിനു വേണ്ടിയല്ലേ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ. ഒരു ചെറിയ സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ഉമ്മമാരെ, ഉപ്പമാരെ, ചെറുപ്പക്കാരെ, നമ്മളെല്ലാവരും ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, സുഖലോക സ്വർഗത്തിലെ സഹോദരിമാരുടെ, സ്ത്രീകളുടെ നായിക സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, എന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. സുഖലോക സ്വർഗത്തിലെ തരുണീ മണികളുടെ, സ്വർഗത്തിൽ പോകുന്ന സകല സ്ത്രീകളുടെയോ അവരുടെ നേതാവ്, അവരുടെ നായികയാണ് എന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. ഉമ്മമാരെ, അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഭാര്യമാര്, പെങ്ങന്മാര്, പൊന്നുമക്കള്, നമ്മുടെ കുടുംബിനികള്, അവർക്കെല്ലാവർക്കും പടച്ച റബ്ബ് സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകട്ടെ.